വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഹെയറിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ഈ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എടുക്കുക. എടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാൻ നമ്മുടെ അക്രാലിക് ഫ്ലവറില്ലേ അതാണ് കുറച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടത് ബീഡ്സ് ആണ്. ആദ്യം ഒരു 4 അക്രാലിക് ഫ്ലവർ എന്താ പറയുക സെൻറ്ററിൽ 2 വെച്ചു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഓരോന്ന് വീതം വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് അവരെ പേസ്റ്റ് ആയിരിക്കുള്ളൂ. അത് പേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഓരോന്ന് വീതം വെച്ച് കൊടുക്കുക. കണ്ടോ? ഇത് എന്നിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് പ്രസ്സായിരുന്നോളും കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഓരോ സൈഡിൽ ചെയ്യുന്നത് അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തു പോവുക. അല്ല എങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ചെയ്യുക. ഞാൻ ആദ്യം ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത സൈഡിലോട്ട് പോയത് കേട്ടോ. സൈഡിലേക്ക് 2 സൈഡിലേക്ക് 4 സൈഡിലേക്കും അവിടെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഗ്ലൂ അത്യാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ ബീഡ്സ്, നമ്മുടെ സാധാ ബീഡ്സിലെ വൈറ്റ് ബീഡ്സ്, നിങ്ങൾക്ക് ഇവിടെ കളർ യൂസ് ചെയ്യണമെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്യുക. ബീഡ്സ് നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. അവിടെ കണ്ടല്ലോ, അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഹെയറിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഗ്ലൂ കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്ലൂ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങളവിടെ ബീഡ്സ് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഫെൽറ്റ് ഷീറ്റ് ആയാലും നമ്മൾ OSP ട്രാൻസ്പെറൻറ്റ് നമ്മൾ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ചെയ്യാം, ഫെൽറ്റ് ഷീറ്റിൽ ചെയ്യാം, നമ്മുടെ വാക്സ് സ്ട്രിപ്പിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ ഒരു 3 ബീഡ്സ് നമ്മളൊന്ന് നേരെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് 3 ബീഡ്സ് വെച്ച് കൊടുക്കുക. അതൊരു വി ഷേപ്പിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വി ഷേപ്പ് ആയിട്ടില്ല. അതിനുശേഷം 2 സൈഡിലും ഞാൻ ഓരോ ക്ലിപ്പ് സ്റ്റോൺസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കറക്റ്റ് നമ്മളൊരു വി ഷേപ്പിൽ ആ ബീഡ്സിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അറേഞ്ച് ചെയ്തെന്ന് നമ്മൾ എല്ലാം അവിടെ ഒന്ന് കറക്റ്റ് വെച്ച് ഒന്ന് ആയതിനു ശേഷം അറേഞ്ച് ചെയ്ത് കൊടുത്താലും മതി. കണ്ടല്ലോ, ഒരു കറക്റ്റ് വി ഷേപ്പിൽ. എന്നിട്ട് ഓപ്പോസിറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, 3 ബീഡ്സ്. ഈ ബീഡ്സിന് പകരം നമുക്ക് സ്റ്റോൺ ചെയിൻ വേണമെങ്കിലും സ്റ്റോൺ ചെയിൻ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ സ്റ്റോൺ ചെയിൻ ഇല്ല, ചെറിയ സ്റ്റോൺ ചെയിനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോൺ ചെയിൻ കൊടുക്കാത്തത്. ഇതുപോലെ ഒരു വി ഷേപ്പിൽ കൊടുത്തതിന് ശേഷം സൈഡിൽ 2 ക്ലിപ്പ് സ്റ്റോണും കൊടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓരോ പ്രാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് എല്ലാം നന്നായി കൈയായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അവിടെ നമ്മൾ ബീഡ്സ് വയ്ക്കുന്നുണ്ട്. ബീഡ്സിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? നമ്മുടെ മഴത്തുള്ളിയുടെ ആ ഷേപ്പിലുള്ള ബീഡ്സാണ് കൊടുക്കുന്നത്. അത് 2 ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് കൊടുത്തു. ഞാനിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലത് ഞാൻ ചെയ്ത് കേട്ടോ. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ആയിട്ടാണ് ഈ അടുത്ത സൈഡ് ചെയ്തത്. ബാക്കി 2 സൈഡിലേക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സ്റ്റോൺസ്, ക്ലിപ്പ് സ്റ്റോണാണ്, കുഞ്ഞ് ക്ലിപ്പ് സ്റ്റോൺസ് ഇല്ലേ, അതാണ് കൊടുക്കുന്നത് കേട്ടോ. അത് ഓപ്പോസിറ്റ് സൈഡ് 2 സൈഡ് ഞാൻ കൊടുത്തു. കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ബാക്കി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ എന്ത് പറയുന്നു, ഞാൻ ബീഡ്സും സ്റ്റോൺസ് അവിടെ അത്രയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങ് വയ്ക്കുന്നു. ഒരു സെൻറ്ററിൽ, അതിന് 2ൻ്റെ സെൻറ്ററിൽ ഒരു ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തു. അതിനുശേഷം 2 സൈഡിൽ ഓരോ ബീഡ്സ് കൊടുത്തു. അതോട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി 1-2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ബീഡ്സിൽ, നമ്മുടെ അക്രാലിക് ഫ്ലവറിലെ അതിൻ്റെ അകത്ത് നോർമലായിട്ടുള്ള കുഞ്ഞ് സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുക. സ്റ്റോൺസ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ സ്റ്റോൺസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുത്താലും ഭംഗിയായിരിക്കും. ഗോൾഡൻ ബീഡ്സ് കൊടുക്കുമെങ്കിൽ നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ ഗോൾഡൻ യൂസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്നാലേ ആ ഒരു ഇതൊക്കെ എല്ലാം മാച്ചിങ് ആയിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. കണ്ടില്ലേ? പിന്നെ അതിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 സ്റ്റോൺസ് കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് വന്ന പോർഷനിലൊക്കെ ഒന്ന് സ്റ്റോൺസ് കൊടുത്ത് അതെല്ലാം ഞാനൊന്ന് എന്താ പറയുക, ആ ഒരു ഭാഗമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞത് പല കളറിൽ ചെയ്തെടുക്കാം. നമുക്ക് പല കളറിലുള്ള അക്രാലിക് ഫ്ലവർ കിട്ടുന്നുണ്ട്. ഇത് പല കളറിൽ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്കും ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇതുപോലെയൊക്കെ സ്റ്റോൺസ് ഒക്കെ വെച്ച ഹെയർ ക്ലിപ്പിൻ്റെ റേറ്റൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം നമുക്കിതൊക്കെ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഈ സ്റ്റോൺസൊക്കെ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഗ്ലൂവിൻ്റെ അംശമുള്ളതുകൊണ്ട് ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിസറിൽ അതിങ്ങനെ ഒട്ടി വരും. പറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് നമ്മളെ ലൈറ്റർ ഇല്ലെങ്കിൽ നമ്മളെ മെഴുകുതിരി മതി കേട്ടോ. മെഴുകുതിരി വെച്ചൊന്ന് ആ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഉരുക്കി അകത്തേക്ക് ബീഡ്സിൽ തട്ട് കഴിഞ്ഞാൽ അത് ഉരുകി പോകും. അപ്പോൾ കാരണം പേളായാലും അതിൻ്റെ സൈഡിലൊരു ഷെയ്ഡ് വീഴും. അതിനെക്കാളും എന്ത് ചെയ്യുക, നമ്മൾ കൈ വെക്കുമ്പോൾ സൂക്ഷിക്കണം. അതിനുശേഷം അകത്തേക്ക് വെച്ച് ഉരുക്കുമ്പോൾ അകത്തേക്ക് ഇതാവും. നമ്മളെ ബീഡ്സിൽ ആ ഷെയ്ഡ് വീഴില്ല. അതിനുശേഷം നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ അല്ല, നമ്മുടെ സെൻറ്റർ ക്ലിപ്പ്, ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത്. ഈ വലിയ സെൻറ്റർ ക്ലിപ്പ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. നമ്മൾ ചെറുതായിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും, അത് ഇളകിയൊന്നും വരത്തില്ല. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ വെക്കുമ്പോൾ ലാസ്റ്റത്തെ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ആ 2 ഗ്യാപ്പ് അത് ഫില്ല് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്ലൂ കൊടുത്തതിന് ശേഷം 2 സ്റ്റോൺസ് വെച്ച് ഫില്ല് ചെയ്തു. സ്റ്റോൺസ് അല്ല, 2 സ്റ്റോൺസോ ബീഡ്സോ, 2 സ്റ്റോൺസ് അല്ലെങ്കിൽ 2 ബീഡ്സ് കൊടുത്ത് എന്ത് ചെയ്യുക, അവിടെ അങ്ങ് ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. കണ്ടോ? വളരെ സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ ആ ബീഡ്സിൻ്റെ ഇടയിൽ ഞാനൊന്ന് സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നതിനേക്കാൾ അവർ ലൈറ്റിൽ കൂടെ വൈറ്റ് വന്നാൽ നമുക്ക് അത്രത്തോളം ക്ലിയർ ആവുന്നില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഹെയറിലൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, വളരെ സിമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.